ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ. ബ്രോമാൻസ് എന്ന സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമ ഒരു അടിപൊളി ഗംഭീര സിനിമ. അങ്ങനെ വലിയ സ്കെയിലിലുള്ള സിനിമയൊന്നുമല്ല, പക്ഷേ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ ഈ സിനിമ ഇത്രയും നേരം എടുത്ത് കണ്ട സിനിമയാണോ എന്നൊരു തോന്നൽ വരില്ല. അങ്ങനത്തെ രീതിയിലാണ് സിനിമയുടെ പേസ് പോയേക്കുന്നത്. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു റീല് കാണിച്ചുകൊണ്ടാണ്. ഒരു റീലിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. ആ റീല് കണ്ട് ഇത് എന്താണ് സംഭവം, വെരി റാൻഡം ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കണ്ടിരിക്കുന്നു. അവിടുന്ന് കഥ തുടങ്ങുന്നു. പിന്നെ നമ്മളുടെ എന്താ പറയുക, ശ്യാമോഹൻ വരുന്നു. ശ്യാമോഹനാണ് ഇതിനകത്ത് ബ്രോയുടെ അനിയനാണ് നമ്മുടെ മാത്യു തോമസ് ആണ് അനിയൻ. അപ്പോൾ അവർ തമ്മിലുള്ളൊരു റൊമാൻസാണ് സിനിമയുടെ ബ്രോമാൻസ് എന്നുള്ള പേര് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അത് മാത്രമല്ല, ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം തമ്മിൽ ആ ഒരു സിങ്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു പേരും സിനിമയും തമ്മിൽ നല്ല ഒരു യോജിപ്പുണ്ട്. അപ്പോൾ അതൊരു ഘടകമാണ്. അപ്പോൾ അങ്ങനെയാണ് സിനിമ തുടങ്ങുന്നത്. അങ്ങനെ അതിൽ നിന്നും മുന്നോട്ട് പോകുന്നു. നിങ്ങളായാലും ട്രെയിലർ കണ്ടിട്ടാണ് ഈ റിവ്യൂ കാണുന്നതെങ്കിൽ ട്രെയിലറിനകത്തുണ്ട് മിസ്സിങ് ബ്രോ, അത് കഴിഞ്ഞിട്ട് ലീഡ് കിട്ടും എക്സ് ഗേൾ ഫ്രണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ലീഡ് കിട്ടും എന്തായിരുന്നു കൊറിയർ ബാബുവായിട്ട് അഭിനയിച്ചിരിക്കുന്ന കലാഭവൻ ഷാജോൺ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ആ ട്രെയിലറിനകത്ത് കാണിച്ചേക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് സിനിമയുടെ കഥയും പോയേക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഈ സിനിമയ്ക്കൊരു കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ കഥയുണ്ട്. പക്ഷേ ആ സിനിമ സിറ്റുവേഷണൽ കോമഡീസാണ് മൊത്തം. ആ ഒരു ഫ്ലോയിൽ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അത് സിനിമയുടെ കഥ മൂല്യം അത്ര ഇല്ല. പക്ഷേ ആ സിനിമയിൽ ചിരിക്കാൻ അധികമുണ്ട്. നിങ്ങളിപ്പോൾ ഒരു സിനിമ കാണാൻ പോവാണ്, ഒന്ന് ബോറടിക്കാതെ ഒരു രണ്ടര മണിക്കൂർ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. 2.5 മണിക്കൂർ എൻജോയ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അടിപൊളി സിനിമയാണ്. ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് എല്ലാവരും നല്ല അടിപൊളി പെർഫോമൻസാണ്. മാത്യു തോമസ് ആണെങ്കിൽ നിങ്ങൾ ട്രെയിലറിനകത്ത് കണ്ടോലെ ഒരു ആപ്പിൾ വാച്ച് ഉണ്ട് കയ്യിൽ. ആപ്പിൾ വാച്ചിനകത്താണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ കിക്ക് പറഞ്ഞടിക്കും. എന്നിട്ട് എടി ഫ്രോഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൗണ്ട്. പുള്ളിയാണെങ്കിൽ ഭയങ്കര ഒരുമാതിരി ചൂടനായിട്ട് എന്താ പറയുക, ഒരു വല്ലാത്ത ടൈപ്പ് ക്യാരക്ടറാണ്. എൻ്റെ വൈഫിനാണെങ്കിൽ പുള്ളീനെ സിനിമയിൽ അത്ര ഇഷ്ടമല്ല. എന്നോട് പറയും ഭയങ്കര കാണുമ്പോൾ എല്ലാം ഭയങ്കര ഒരുമാതിരി ചൊറിയൻ ടൈപ്പ് ക്യാരക്ടറാന്നുള്ള രീതിയിൽ പറയും ഒരുമാതിരി സിനിമയിലൊക്കെ. അപ്പോൾ ഞാൻ പറയും പക്ഷെ അത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് അത്രയും അഭിനയിച്ച് നമ്മളെ വെറുപ്പിക്കാൻ പറ്റി എന്നുള്ളതിലാണ് കാര്യം. അതേപോലെ തന്നെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ചൂടാവുന്ന ഒരാളാണ്. പക്ഷെ അതേ സമയത്ത് ഒരു ഇമോഷണൽ ഇതുള്ള ഒരാളാണ്. താൻ ചെയ്തു പോയ കുറച്ച് കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല, സ്പോയിലറായി പോവും. അപ്പം അങ്ങനത്തെ ഒരു നല്ല ക്യാരക്ടറാണ് മാത്യുവിനുള്ളത് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് ഫുള്ളായിട്ട് വന്നപ്പോൾ തൊട്ട് അവസാനം വരെ നമ്മളെ ചിരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ സംഗീത് പ്രതാപാണ്. നമ്മുടെ പ്രമേലു സിനിമയ്ക്കകത്ത് അമൽ ഡേവിസ് ഒരു രസികൻ. അപ്പോൾ ഞാൻ അടുത്തൊരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അന്നാണ് എനിക്ക് ശരിക്കും ആദ്യമായിട്ട് മനസ്സിലായത് സംഗീത് ശരിക്കും ഒരു വീഡിയോ എഡിറ്ററാണ്. അപ്പം ഇതിനു മുമ്പ് 2-3 സിനിമകളൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാൻ പറ്റുന്നത് ജയ് ഗണേഷ് ഈ അടുത്തിറങ്ങിയ ഉണ്ണിമോഹൻ്റെ സിനിമ, അതൊക്കെ എഡിറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ആദ്യം. അതൊക്കെ അറിഞ്ഞപ്പം സ്ക്രീനിലും കൂടെ കണ്ടപ്പോൾ പേഴ്സണലി ഒരു എഡിറ്റർ ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര, എഡിറ്റർ എന്ന് വെച്ചാൽ സാധാ എഡിറ്ററാണ്, പക്ഷേ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഇറ്റ് ലുക്സ് ഗുഡ്. അപ്പോൾ സിനിമയ്ക്കകത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കോമഡീസ് ആണെങ്കിലും നല്ല ടൈമിങ്സ് എല്ലാം നല്ല കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നായികയുടെ കാര്യം പറയുകയാണെങ്കിൽ മഹിമ നമ്പ്യാർ, പുള്ളിക്കാരി ഇതിനു മുമ്പ് കുറച്ച് സിനിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ തോന്നിയ പോലത്തെ ഒരു ഇഷ്ടം ഇതുവരെ തോന്നിയിട്ടില്ല വേറൊരു സിനിമയിലും. ഈ സിനിമയിൽ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മൾ ക്യാരക്ടർ ആദ്യം തന്നെ അർജുൻ അശോകൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, നീ വിചാരിക്കുന്നതല്ല ഒരു പ്രത്യേക ടൈപ്പ് ക്യാരക്ടറാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളെന്നാലും അങ്ങോട്ട് ഗസ് ചെയ്യില്ല എങ്ങനത്തെ ടൈപ്പ് ഒരു ക്യാരക്ടറാണെന്ന്. പക്ഷെ നേരിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആൾക്ക് ഒരു വല്ലാത്ത തരം സംസാര രീതിയും, എനിക്ക് തോന്നുന്നു കോഴിക്കോടൻ സ്റ്റൈല് ഭാഷ ഉപയോഗിച്ചേക്കുന്നത് എന്തൊക്കെ എന്തൊക്കെ കാട്ടണേ അതായതാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് സംസാരിക്കാൻ
സംസാരിക്കാൻ അറിയില്ല, പക്ഷെ ആ ഒരു രീതിയിൽ ആണ് സംസാരിച്ചേക്കുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണാൻ നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെർഫോമൻസ് എല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഈ ബ്രോമാൻസ് എന്നുള്ളൊരു സിനിമ നമുക്കൊരു 2-2.5 മണിക്കൂർ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു പാക്കേജ് മൂവിയായിട്ട് മാറുകയാണ്. ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരാൾ ശ്യാം മോഹൻ. അദ്ദേഹം സിനിമയുടെ ആദ്യമുണ്ട് അവസാനമുണ്ട്, പക്ഷേ അദ്ദേഹത്തെ തപ്പി നടക്കുന്നൊരു കഥയാണ് ഈ സിനിമ. അപ്പം അദ്ദേഹത്തിനെ കുറിച്ച് പടത്തിൽ മൊത്തം മെൻഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ റോൾ ഇച്ചിരി കുറവാണ്. എന്നാലും ഉള്ള റോള് നല്ല വൃത്തിക്ക് നല്ല വെടുപ്പോടെ ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഒരാൾ പോലും എനിക്ക് ഇതിനകത്ത് മോശം എന്ന് പറയാനുള്ളൊരു സ്പേസ് ഈ സിനിമയിൽ തോന്നിയിട്ടില്ല. അത്ര നന്നായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എഡിറ്റിങ്. അതിനകത്ത് ആദ്യം ഒരു പാട്ടുണ്ട്, ആ പാട്ട് എന്താ ജെൻസി, എന്തോ പുതു ജെൻസി സോങ് അങ്ങനെ എന്തോ പാട്ടിൻ്റെ പേരൊന്നും ഓർമ്മയില്ല. പക്ഷെ ആ പാട്ട് എഡിറ്റ് ചെയ്തേക്കുന്ന രീതി ഒരുമാതിരി മഷ്റൂം ലാൻഡിൽ പോയതുപോലത്തെ ഒരു ടൈപ്പ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയുക, പാട്ട് തുടങ്ങി ഫുൾ എഡിറ്റിങ്, വിഷ്വൽ എഫക്ട്സ് ഒക്കെ നല്ല ടോപ്പ് നോച്ച് ക്വാളിറ്റിയിൽ ചെയ്തു വച്ചിട്ടുണ്ട്. അതേപോലെ ചമൻ ചാക്കോയാണ് എഡിറ്റർ. നമുക്കെല്ലാവർക്കും അറിയാം, ഈ അടുത്തായിട്ട് ഭയങ്കരമായിട്ട് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എഡിറ്ററാണ്. കരുവിൽ മാക്സിമം എഫേർട്ട് ഇട്ട് അത് ചെയ്തിട്ടുണ്ട് ആ ഫിലിമിൻ്റെ എഡിറ്റിങ്. വളരെ ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഇറ്റ്സ് എ വെരി വെരി നൈസ് ക്രാഫ്റ്റഡ് ഫിലിം. അങ്ങനെ വലിയ ഹൈ ബഡ്ജറ്റ് ഹൈ ക്വാളിറ്റി പടം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഇതിനെ ഒരു മാർക്കുമായിട്ടോ L2 ആയിട്ടോ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് അങ്ങനത്തെ ഒരു സ്പേസിൽ വരുന്ന പടമല്ല, ഇതൊരു ഡിഫറെൻറ്റ് ജേണർ ഓഫ് മൂവിയാണ്. കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുമായിരിക്കും.